ഹലോ, നമുക്ക് ഇത് അമ്മൂമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മുടെ ചീസ് വേഫർ. അപ്പോൾ ഇതൊന്ന് കൊടുത്തിട്ട് വരാം. എന്നാ അമ്മൂക്കുട്ടിക്ക് ചീസ് വേഫർ. ബിസ്ക്കറ്റാ കഴിച്ചോ? പൊട്ടിച്ച ഇത് പല്ല് വേണ്ട കടിക്കാൻ, ഇതിന് പല്ലൊന്നും വേണ്ട കടിക്കാൻ. ഇത് നല്ല ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ ചുമ്മാ ചവച്ച് തിന്നാം. പൊട്ടിക്കാം. എന്നാ എണീറ്റ് വാ. ബാ എണീക്കാം. ആദ്യം എണീറ്റിട്ട് പൊട്ടിക്കാം. ബാ. എന്നാ എടുത്തോ. എടുക്കാവോ? പൊട്ടിച്ചിട്ടുണ്ട്. പല്ല് വേണോ? പല്ലിന്റെ ആവശ്യമില്ല. അധികം മധുരവും ഇല്ല അല്ലേ? അടിപൊളിയല്ലേ? എനിക്കും ഇഷ്ടമുള്ള സാധനം അത്. ഇത് എനിക്കും ഇഷ്ടമുള്ളതാ. ഞാനോ? ഞാന് രാവിലെ എന്നാ കഴിച്ചത്? പഴം. ഏത്തപ്പഴം. ഇത് പല്ല് വേണ്ടാത്തോണ്ട് ഒരെണ്ണം എനിക്ക് തരാവോ? എന്നാ അമ്മൂമ്മ തിന്നത് അമ്മൂമ്മ കഴിച്ചോ. ഇത് ഞാൻ എടുത്തോളാം. അമ്മൂമ്മ കഴിച്ചോ, എനിക്ക് മതി. കഴിച്ചോ, എനിക്ക് മതി. രാവിലെ മധുരം തിന്നാ ഉറക്കം വരും, പിന്നെ ജോലി ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ പതുക്കെ കഴിച്ചാൽ മതി. അതെ, ഞാനൊരു വഴി കണ്ടുപിടിച്ചു, പറയട്ടെ. നമുക്ക് കറുത്ത മുടി വാങ്ങിക്കാം, തിരുപ്പൻ ചെറുത്, എന്നിട്ട് അത് നമുക്ക് ബ്ലീച്ച് ചെയ്യാം. അത് നരപ്പിക്കാം. അത് നല്ല വഴിയല്ലേ? ഈ നരച്ചതായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ കറുത്തത് എന്തായാലും ചെറുത് നോക്കി വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. എന്നിട്ട് ഞാനത് ആദ്യം ബാംഗ്ലൂർ പോകുമ്പോൾ നോക്കട്ടെ നരച്ചത് കിട്ടുമോന്ന്. ഇനി കിട്ടിയില്ലെങ്കിൽ കറുപ്പ് വാങ്ങിച്ചിട്ട് നരപ്പിക്കാം. ചെറുതേ വാങ്ങിക്കുള്ളൂ. എനിക്കറിയാം അമ്മൂമ്മയുടെ തല മുടി ഇല്ലാത്തോണ്ട് ചെറുതേ. എന്നാ അമ്മൂമ്മ? മീര വിളിച്ചായിരുന്നു, ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവള് രാവിലെ എന്നും നടക്കാൻ പോവും, അപ്പൊ എന്നെ വിളിക്കും. അമ്മൂമ്മയുടെ വീഡിയോ ഒക്കെ അവിടെ എല്ലാരും അവളുടെ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഈ ചേച്ചിക്ക് ഒരു വേഫർ കൊടുക്കാവോ? ഈ ചേച്ചിക്ക് ഒരെണ്ണം കൊടുക്കാവോ? കഴിച്ചോ? അല്ല, അത് അത്ര മധുരം ഇല്ലാത്ത. ഇല്ല, മധുരം ഇല്ല അതിന്. കഴിച്ചോ? എടുത്തോ. അല്ല അമ്മൂമ്മ ഒരെണ്ണം കഴിച്ചോ? അമ്മൂമ്മ തരുന്നതല്ലേ, എടുത്തോ, കഴിച്ചോ. ഞാൻ തിന്ന അമ്മൂമ്മ ഒരെണ്ണം, എനിക്ക് ഒരെണ്ണം മതി. അവിടെ ഉണ്ട്. അങ്ങനെ ഡൽഹിയിൽ വരെ അമ്മൂമ്മ വലിയ ആളായി. എന്നെ ചെയ്യാനാ? നിങ്ങൾക്ക് നല്ലതാ അമ്മൂമ്മ. നിങ്ങളുടെ അമ്മൂമ്മയല്ലേ? ഞങ്ങള് 20-ാം തീയതി പോവുമല്ലോ. ഞങ്ങൾ 20-ാം തീയതി പോകുന്നുണ്ട് ഡൽഹിക്ക്. പോകുമ്പോ പിന്നെ ഞാനൊരു 3 ആഴ്ച കഴിഞ്ഞ് അവിടുന്ന് വരുവുള്ളൂ. പിന്നെ എന്ന് വരും? മാർച്ച് 20 കഴിയുമ്പോ അവന്റെ പിറന്നാളല്ലേ, കൊച്ചിന്റെ പിറന്നാള്. അർണവിന്റെ മീരയുടെ മോന്റെ പിറന്നാളാ. അപ്പൊ 25-ാം തീയതി. അപ്പൊ അതിന് മുമ്പായിട്ട് പോയിട്ട് അമ്മയ്ക്ക് അവിടെ കുറച്ചു ദിവസം നിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു 3 ആഴ്ച നിക്കും അവിടെ. 3 ആഴ്ച. രമ്യം പോരുവാ. അത് വേണമെങ്കിൽ ബോക്സിലിട്ട് വെച്ചേക്കാം. ഇങ്ങനെ വന്നേക്ക്. അമ്മൂമ്മയുടെ ബോക്സിലിട്ട് വെച്ചേക്കാം ഇവിടെ. എന്നാ അവിടെ അടുക്കള വെച്ചേക്കാം. മതിയോ? പറഞ്ഞോളാം. ഒരെണ്ണോടെ എന്നാ കഴിച്ചോ. അത് 2 എണ്ണം ഉണ്ട്. ഓരോന്നായിട്ട് എടുക്കാവുള്ളൂ. 2 എണ്ണം ഉണ്ട്. അതുകൂടെ കഴിച്ചോ, കുഴപ്പമില്ല. ഇന്ന് ക്രീം തേച്ചില്ലേ? മുഖത്തൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. ക്രീം ഇട്ടോ? ഇല്ല. അതാ അമ്മൂമ്മ, അവളോട് വല്ലതും പറയണോ?
ആരോടാ? മീരയോട് വല്ലതും പറയണോ? വീഡിയോക്കാരോടോ? വീഡിയോ അല്ല, മീരയോട്. മീരയുടെ ആ, മീരയെ അന്വേഷിച്ചെന്ന് പറയാം. അവന്റെ പിറന്നാളാ 25-ാം തീയതി. ആ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കട്ടെ. ആ എന്നാ അമ്മൂമ്മ പറഞ്ഞോ. ഓ എന്നാ പറയണ്ടേ? അവന്റെ പിറന്നാളാ, ഉം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ മതി. ഹാപ്പി ബർത്ത്ഡേ. ആ, ഇന്നലത്തെ ബ്ലൗസ് മുറുക്കോ? ബ്ലൗസ് ആ ഇന്നലെ വീഡിയോ എടുത്തില്ലായിരുന്നോ? ഉം. അപ്പൊ ഇന്നലെ ക്രീം ബ്ലൗസ് ഇട്ടത് അടിപൊളിയായിരുന്നെന്ന് എല്ലാരും പറഞ്ഞു. ആണോ? ആ, അതേതായിരുന്നു? അമ്മൂമ്മക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞ കളറില്ലേ? ഒരു പഞ്ഞ ആ, മഞ്ഞ. അതായിരുന്നു നല്ലതെന്ന്. നല്ലതായിരുന്നു. ആ, നല്ലതായിരുന്നു. അത് കഴുകാൻ നിന്ന് ഇടാലോ. അതിനി ഇടണം. സെറ്റ് കൊടുത്തായിരുന്നോ? ഇല്ലായിരുന്നു, മുണ്ട് മാത്രല്ലേ ഉടുത്തിട്ടുള്ളായിരുന്നു. അയ്യോ, വീട്ടിൽ ഇരിക്കുമ്പോ അത് മതി. അവരൊന്നും ഒന്നും വിചാരിക്കുവേല. മീരയുടെ കൂട്ടുകാരില്ലേ, മീരയുടെ കൂട്ടുകാര് ഗൾഫിലുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. അവരൊക്കെ ജോലി കഴിഞ്ഞ് വന്നിരുന്ന് അമ്മൂമ്മയുടെ വീഡിയോയാ കാണുന്നത്. അപ്പം ഒരു ദിവസം ചോദിച്ചു, എടി ഇത് നിന്റെ ബന്ധമുള്ള ആരെങ്കിലും ആണോന്ന് ചോദിച്ചു മീരയോട്. മീരയുടെ അമ്മൂമ്മയാണോ? അപ്പൊ മീര പറഞ്ഞാടാ എന്റെ സ്വന്തം അച്ഛന്റെ അമ്മയാണെന്ന് പറഞ്ഞു. എടി ഞങ്ങള് കൂട്ടുകാരെല്ലാരും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇത് നോക്കിയിട്ട് ആദ്യം കാണുന്നത് അമ്മൂമ്മയുടെ വീഡിയോ ആന്ന്. എല്ലാരും എപ്പോഴും ഇരുന്ന് കാണുവാന്ന്. എന്നാ ചെയ്യും? അവർക്ക് സന്തോഷം കൊണ്ട്. ആ, സന്തോഷം കൊണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. അമ്മൂമ്മ എല്ലാരും അമ്മൂമ്മക്ക് ഭയങ്കര ആരാധകരാ അമ്മൂമ്മ. എന്തും ദൈവം, എന്നാ ചെയ്യും നമ്മള്. ദൈവമേ, എനിക്ക് എല്ലാവരുടെയും സ്നേഹം മതി. എന്നാ കേട്ടില്ല. എല്ലാം ഇനി വീഡിയോയില് പിടിച്ചു. ഇനി പുതിയതൊന്നും ഇല്ല. നടക്കും, ആ ഓടാൻ പറ്റില്ല. ആ, കൊള്ളാം. ഓടാനിരിക്കുവാണോ? വീഡിയോയിൽ ഓടാൻ പോവാണോ? ഓടുകയും ചാടുകയും ഒക്കെ ചെയ്താ കൊള്ളാം. ഒരു തിരുവാതിര കളിച്ച് കാണിക്കാവോ? വയസ്സായപ്പോ ഒക്കെ മറന്നുപോയി. അല്ലേ കളിക്കുമായിരുന്നോ തിരുവാതിര? ആ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വേണം. പണ്ട് തിരുവാതിര കളിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെയാ കളിച്ചേക്കുന്നേ? അവിടെ തിരുവാതിരക്കൊക്കെ അവിടെ അടുത്ത ഇല്ല മഠമുണ്ട്. അവിടെ എല്ലാവരും വരും. ഇല്ലത്ത്. ആ, ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ കളിക്കാൻ? ആ, അവിടെ അടുത്തുള്ളവരൊക്കെ. ആണോ? പിന്നെ ആ മഠത്തിലുള്ളവരും. ആണോ? ഓക്കെ ഓക്കെ. അല്ല, നമ്മുടെ തിരുവാതിര ദിവസമാണോ അവിടെ? അത് ഒരു ദിവസം തിരുവാതിര തീരുന്ന ദിവസം ഉറക്കളപ്പുണ്ട്. ഉറക്കളച്ചിരിക്കും. ആ, അപ്പൊ അന്ന് രാത്രി മുഴുവൻ തിരുവാതിര കളിക്കുവോ? ആ ഇല്ലത്തുള്ളവരുടെ പേരൊന്ന് ഓർത്ത് പറയാവോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇതൊക്കെ നങ്ങയ്യെന്നോ ആ, നങ്ങേലിന്നും രാത്രിക്കുട്ടി. രാത്രിക്കുട്ടി. പിന്നെ പിന്നെ അവിടെ പിള്ളേരും ഒക്കെ. ആണോ? ഇല്ലത്തിന്റെ പേരോർമ്മയുണ്ടോ? ചെറുകുട്ടയില്ല. ചെറുകുട്ട ഇല്ലം. ആ ഇല്ലത്തുള്ള ആരേലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം അവിടെ ആരാ ഉള്ളതെന്ന്, കേട്ടോ. അവര് അത് ഏത് സ്ഥലത്തുള്ള ഇല്ല അമ്മൂമ്മ? അത് ഏത് സ്ഥലത്താ? അമേന്നൂരാണോ? അമ്പലത്തിനടുത്താ. അമ്പലത്തിനടുത്ത്. അവരാണോ അമ്പലത്തിൽ പൂജിക്കുന്നവര്? പൂജിക്കാൻ തിരുമേനി വരാം. ആണോ? അവരേതില്ലത്തെയാ? അവന് ദൂരെ നിന്നൊക്കെ വരുന്നതാണോ? വരുന്നവരാ. അവർക്ക് ശമ്പളം കൊണ്ട് നിർത്തുന്നതാണോ? ഇപ്പൊ ഈ ആ ഇല്ലത്തുള്ളവരിൽ വേറെ ആരുടെയും പേരറിയാവോ? ഇപ്പം ഞാൻ അങ്ങോട്ടേക്കും പോകാറില്ല, അതുകൊണ്ട് അറിയത്തില്ല. ഇല്ലല്ലേ? അവിടുത്തെ കാരണവരുടെ പേരെന്നായിരുന്നു? നീലാണ്ടൻ നമ്പൂതിരി. ആണോ? ആ, ഓക്കെ. അവിടെയാണോ പുഴുക്കൊക്കെ വെച്ചോണ്ടിരുന്നത്? തിരുവാതിര പുഴുക്കൊക്കെ? തിരുവാതിരപ്പുഴുക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കും. അവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നോ? ആ ഇരത്തുനിന്നും തരും. ആണല്ലേ? കളിക്കാനില്ല. അമ്മുമ്മേ, തിരുവാതിര ഏത് മാസാ കളിക്കുന്നത്? ധനുമാസം. ധനുമാസോ? അതെന്തിനാ കളിക്കുന്നേ? എന്തിനാന്നോ? ആ, അതെ, എന്തിനാന്ന് കഴിഞ്ഞ പുരാണമൊന്നും എനിക്കറിയത്തില്ല. തിരുവാതിര ധനുമാസത്തെ തിരുവാതിരയാണ്. ആണോ? അതിന്റെ പ്രധാനം എന്താന്ന് എനിക്ക് മറന്നുപോയല്ലോ. ആ, ഓമനക്കറിയാവോ ചോദിച്ചേ? ഓമനക്കറിയാ? ഓമനെ
പാർവതിക്ക് ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാന്ന്. ആ പാർവതി. ആ പോർത്തെടുത്തോ? ഓർമ്മ ഉണ്ടോ? ആ ശിവനും പാർവതി. ആ അതെ, ശിവന്റെ നക്ഷത്രവും തിരുവാതിരയല്ലേ എന്നാണ് പറയുന്നത് അല്ലേ? ആദ്യം അമ്മൂമ്മ സ്കൂളിൽ കൊണ്ട് ചേർത്ത ആരാ? അച്ഛനാണോ അമ്മയാണോ? അച്ഛൻ. അച്ഛനോ? പേരിട്ടത് ആരാ അമ്മൂമ്മയ്ക്ക് അമ്മുക്കുട്ടീന്ന്? പേരിട്ടത് ആരെല്ലാരും കൂടെ പറഞ്ഞ അങ്ങനെ പേരിട്ടതാ. ആണോ? സ്കൂളിൽ കൊണ്ട് ചേർത്തു. നേരിട്ട് സ്കൂളിൽ ചേർക്കുമായിരുന്നു. അതിനു മുമ്പ് നേഴ്സറിയിലൊക്കെ പോയിട്ടുണ്ട്, അങ്കണവാടി. അല്ല, ഈ ആശാന്മാരുണ്ട് അക്ഷരം പഠിപ്പിക്കുന്നത്. ആ അങ്ങനത്തെ ഒരു ആശാന്റെ അടുക്കൽ അക്ഷരം പഠിച്ചു. ആണോ? എത്ര വയസ്സിലാ കൊണ്ട് ചേർത്ത് അക്ഷരം പഠിക്കാൻ? അക്ഷരം പഠിക്കാൻ 5 വയസ്സിലൊക്കെ. 5 വയസ്സില്. ആശാന്റെ പേര് ഓർമ്മയുണ്ടോ? നോക്കട്ടെ. ആ ഓർത്തു നോക്കി. അയ്യോ, ആശാൻ. ആശാന്റെ പേരെന്നായിരുന്നു? നാരായണൻ. നാരായണൻ. ഓക്കെ, കൊള്ളാം. അവിടെയാണ് അക്ഷരം പഠിച്ചത്. അടിക്കുമായിരുന്നോ? അടിക്കുമായിരുന്നോ? ഓ, അതൊന്നുമില്ല. അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു. അക്ഷരം പഠിച്ചാവോ സ്കൂളിൽ വിടുന്നതൊക്കെ. ആണല്ലേ? സ്കൂളിൽ ചെല്ലുമ്പോ ചോറും കൊണ്ടൊക്കെ പോണോ? ചോറൊക്കെ കൊണ്ടുപോകണോ? നടന്ന ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വരാം. ആണോ? സ്കൂളിൽ വല്ലതും കഴിക്കാൻ കിട്ടുമായിരുന്നോ? ഇല്ല, ഒന്നും കിട്ടിയല്ല. അവിടെ നിന്ന് നടന്ന് വീട്ടിൽ വന്ന് ഉണ്ണുമായിരുന്നു. അടുത്ത സ്കൂള്. ആണല്ലേ? ആ ഓക്കെ. ഉച്ചയ്ക്ക് വീട്ടിൽ വരാം. അമ്മുമ്മയുടെ അമ്മയുടെ അച്ഛന്റെ പേരൊന്ന് പറയാവോ? എൻ്റെ അച്ഛൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പപ്പൂന്ന്. ആ പത്മനാഭൻ എന്താ പേര്. ആ പിന്നെ അമ്മയുടെ പേര് നാരായണി അമ്മ. അമ്മുമ്മേ, സ്കൂളിൽ ഇപ്പൊ പിള്ളേരെ തല്ലിയൊക്കെ പഠിപ്പിക്കുന്നതിനെ പറ്റി അമ്മുമ്മയുടെ അഭിപ്രായം എന്താ? തല്ലുന്ന ശരിയാണോ? അങ്ങനെ തല്ല് കേളിപ്പോ. തല്ലുവേല. ആ പക്ഷെ ഞാനൊക്കെ തല്ലു കൊണ്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അയ്യോ, ഇതൊക്കെയുള്ള സാറന്മാർ കൈയടിച്ച് പൊട്ടിക്കും അല്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്യല. ആ നമ്മൾ പിള്ളേരെ അടിച്ചു പഠിപ്പിക്കണോ? അമ്മുമ്മയുടെ അഭിപ്രായം എന്നാ? ചെറുതായിട്ടൊക്കെ ശിക്ഷിക്കാം. അല്ലാതെ കൈയൊക്കെ അടിച്ചു പൊട്ടിച്ചാൽ വീട്ടുകാർ കേസ് കൊടുക്കും. എന്റെ കൈ അടിച്ചു പൊട്ടിച്ചിട്ടില്ല ആരും. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ആ ഞാൻ ചുമ്മാ പറഞ്ഞ 1-2 അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുമായിരുന്നു. അമ്മൂമ്മ ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് അമ്മൂമ്മ? പ്രീ ഡിഗ്രി. ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. 10 കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ +2 +2. ആ പ്രീ ഡിഗ്രി തന്നെ. ആ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്നാ പഠിച്ചത്? BSc ആണോ ഞാൻ പഠിച്ചത്? ഞാൻ BSc അല്ല പഠിച്ചത്. ഒന്ന് ഓർത്തേ. ഞാൻ ചെന്നൈയിൽ എന്നാ പഠിക്കാനാ പോയത്? മദ്രാസില്. ഞാൻ അതല്ല പഠിച്ചത്. മദ്രാസിൽ ഞാൻ ടൈപ്പാണോ പഠിക്കാൻ പോയത്? B.Ed അല്ല, എഞ്ചിനീയറിംഗ്. ആ ഞാൻ ഇപ്പൊ ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നത്? അമ്മൂമ്മ ഞാൻ മദ്രാസിൽ നിന്നൊക്കെ പോന്നു. അമ്മൂമ്മ ഞാൻ മദ്രാസിൽ നിന്ന് പോന്നു. ഇപ്പൊ ഞാൻ വീട്ടിലില്ലേ, നാട്ടിലുണ്ട്. വീട്ടിൽ ഇരുന്നാ ജോലി ചെയ്യുന്നത്. ഞാൻ മദ്രാസിലല്ല എന്റെ കമ്പനി ഉള്ളത്, ബാംഗ്ലൂര്. ചെയ്യാം, പക്ഷെ എന്റെ കമ്പനി ഉള്ളത് ബാംഗ്ലൂരാ കേട്ടോ. മറന്നുപോയല്ലേ. മദ്രാസ് കഴിഞ്ഞു. മദ്രാസിൽ ഇനി പോകണ്ട എനിക്ക് കേട്ടോ. എല്ലാരും ചോദിച്ചു അമ്മുമ്മയുടെ വീഡിയോ അമ്മുമ്മ തന്നെ കാണാറുണ്ടോന്ന്. ഞാൻ കാണിക്കാറില്ലേ? ആ അപ്പൊ അമ്മുമ്മ അതിന്റെ കൂടെ പാടും. അമ്മുമ്മയുടെ വീഡിയോ അമ്മുമ്മ തന്നെ കാണാറുണ്ട് കേട്ടോ. എല്ലാരോടും ഞാൻ കാണിക്കാതെ ഇരിക്കുന്നതല്ല. അമ്മുമ്മ പിന്നെ മറന്നു പോവും. അമ്മുമ്മ ഫോൺ വിളിക്കാറുണ്ടോ? തന്നെത്താനെ ഫോൺ എടുത്ത് വിളിക്കാൻ അറിയാവോ? ഫോൺ ആരെങ്കിലും വിളിക്കുന്ന കൂടെ എടുത്ത് ഞാനും എടുത്ത് പറയും. ലാൻഡ് ഫോൺ ആയിരിക്കുമ്പോ അറിയാമായിരുന്നല്ലോ. മറ്റേ വീട്ടിൽ ഇരിക്കുന്ന ഫോണില്ലേ, അതെടുത്ത് വെച്ച് ചെവി വെച്ചിട്ട് നമ്പറൊക്കെ ആക്കാൻ അറിയാൻ മേലേ? അല്ല, അവിടെ ആരെങ്കിലും കാണും, അവരെടുക്കാൻ ഞാനും ചെന്ന്
വർത്താനം പറയും. പേരമ്മയുടെ നമ്പർ കാണാതെ അറിയാവോ? ഈ പേരുപടി ആ എന്ന് പറഞ്ഞേ ആരുടെ എനിക്ക് കാണാതെ പറയത്തില്ല. രോഹിണിയുടെ എന്റെ ഒക്കെ അറിയാലോ ഞാൻ ഓർക്കുന്നു.